ഹായ് ബേബീസ്. ജുജുബി ഒരു കാര്യം ചോദിക്കട്ടെ? എന്തുകൊണ്ടാണ് അമ്പിളി അമ്മാവൻ രാത്രി മാത്രം വരുന്നത്? എന്താ അമ്പിളി അമ്മാവൻ പകലൊന്നും വരാതെ രാത്രിയാകുമ്പോൾ മാത്രം വരുന്നത്? അതിനെക്കുറിച്ചാണ് ഇന്ന് ജുജുബി പറഞ്ഞുതരാൻ പോകുന്ന കഥ. അതായത് എന്ന് തൊട്ടാണ് അമ്പിളി അമ്മാവൻ രാത്രി വന്നു തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ പണ്ട് എങ്ങനെയായിരുന്നു പറഞ്ഞാൽ പണ്ടെന്ന് പറഞ്ഞാൽ കുറേ പണ്ടാണ്. കുറേ പണ്ടെന്ന് പറഞ്ഞാൽ കുറേ പണ്ട്. അപ്പം ആ സമയത്തൊക്കെ രാവിലെ സൂര്യനും ഉണ്ടാവുമായിരുന്നു, അമ്പിളിയമ്മാവനും ഉണ്ടാവുമായിരുന്നു. രണ്ടുപേരും ഒരുമിച്ചായിരുന്നു വന്നുകൊണ്ടിരുന്നത്. രാവിലെ നമുക്ക് ആകാശത്തിൽ അമ്പിളിയമ്മാവനെയും കാണാമായിരുന്നു, സൂര്യനെയും കാണാമായിരുന്നു. എന്നിട്ട് രണ്ടുപേരും പകൽ മുഴുവൻ അങ്ങനെ ആകാശത്ത് നിന്ന് കുറേ കഴിയുമ്പോൾ അവർ ടയേർഡ് ആവത്തില്ലേ? അപ്പോൾ അങ്ങനെ അവർ ടയേർഡാകുമ്പോൾ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു ഉറങ്ങാൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പം മുഴുവനും ഇരുട്ടാവും, അങ്ങനെ രാത്രിയാവും. അപ്പോൾ രാത്രി സ്റ്റാർസ് ഇല്ല, അമ്പിളിയമ്മാവനില്ല, ആരുമില്ല ആകാശത്ത്. അപ്പോൾ ഫുള്ള് ഇരുട്ടായിരിക്കും. അങ്ങനെയായിരുന്നു പണ്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ദിവസം പകൽ മുഴുവൻ അമ്പിളിയമ്മാവനും സൂര്യനും ആകാശത്തിലുണ്ടായിരുന്നു. എന്നിട്ട് കുറേ മണിക്കൂറുകൾ കഴിഞ്ഞപ്പം അവർക്ക് ഉറക്കം വന്നു. അപ്പോൾ അവർ രണ്ടുപേരും കൂടി ഉറങ്ങാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ രാത്രിയായി. സ്റ്റാർസ് ഇല്ല, അമ്പിളിയമ്മാവനില്ല, സൂര്യനില്ല, ആരുമില്ല, മൊത്തം ഇരുട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ജുജുബി പറയാൻ പോകുന്ന കഥ നടക്കുന്ന ഒരു കാട്ടിലാണ്. ഒരു വലിയൊരു കാട്ടിലാണ് ജുജുബി പറയാൻ പോകുന്ന കഥ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ രാത്രിയായപ്പോൾ, രാത്രി എന്ന് പറഞ്ഞാൽ കുറേ രാത്രിയായി. അപ്പോൾ രാത്രിയാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മളെല്ലാവരും കിടന്ന് ഉറങ്ങേണ്ട ടൈമാണ് രാത്രി. അങ്ങനെ കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളും എല്ലാവരും അങ്ങനെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുവാണേ. അപ്പോൾ നമ്മളുടെ കുരങ്ങച്ചൻ ഒരു മരത്തിൻ്റെ മുകളിൽ ഒരു ചില്ലയിൽ ഇങ്ങനെ ചാരി ഇരുന്നിട്ട് കാലൊക്കെ ഇങ്ങനെ പൊക്കി വെച്ചിട്ട് കിടന്ന് നല്ല ഉറക്കത്തിൽ കിടക്കുക. അപ്പോൾ പെട്ടെന്ന് കുരങ്ങച്ചൻ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു. ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു വാവേൻ്റെ കരച്ചിൽ കേട്ടു. അപ്പോൾ പെട്ടെന്ന് കുരങ്ങച്ചൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് ചുറ്റും നോക്കി. ഇതെവിടെ നിന്നാണ് ഈ സൗണ്ട് വരുന്നത്? അപ്പം ആരെയും കണ്ടുമില്ല, കരച്ചിലൊന്നും കേൾക്കുന്നതായിട്ട് കുരങ്ങച്ചന് തോന്നിയതുമില്ല. അപ്പോൾ കുരങ്ങച്ചൻ വിചാരിച്ചു, ഓക്കെ, ഉറക്കത്തിൽ ചിലപ്പോൾ സ്വപ്നം കണ്ടതായിരിക്കും, അല്ലെങ്കിൽ തോന്നിയതായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ആരാ ഈ രാത്രി, അതും മനുഷ്യ കുഞ്ഞിൻ്റെ കരച്ചിൽ, അതെവിടെ നിന്ന് വരാനാന്ന് ഓർത്തിട്ട് കുരങ്ങച്ചൻ ആദ്യമേ കണ്ണടച്ച് ഉറങ്ങാൻ വേണ്ടി പോയി. അങ്ങനെ കണ്ണടച്ച പാടും പിന്നെയും കുഞ്ഞിൻ്റെ കരച്ചിൽ, ദൂരത്ത് നിന്നും കുഞ്ഞിൻ്റെ ഉറക്കെയുള്ള കരച്ചിൽ. അപ്പോൾ കുരങ്ങച്ചൻ വിചാരിച്ചു, അയ്യോ ഇത് എവിടുന്ന ഈ കരച്ചിൽ, ഒന്ന് നോക്കണമല്ലോ എന്ന് ഓർത്ത് ചെവി നല്ല കൂർപ്പിച്ച് വെച്ചപ്പോൾ കാടിൻ്റെ അറ്റത്തുനിന്നാ കരച്ചിൽ. അതായത് കാട് കഴിഞ്ഞ് കുറച്ച് ദൂരം പോയാൽ പിന്നെ നമ്മളൊക്കെ മനുഷ്യർ താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ആ അറ്റത്താണ് ഈ അറ്റത്തുനിന്നാണ് ഈ സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ കുരങ്ങച്ചൻ എന്താക്കി, പതുക്കെ ഇറങ്ങിയിട്ട് പോയി നോക്കാമെന്നോർത്തു. എന്താണെന്ന് അറിയണ്ടേ? അപ്പോൾ കുരങ്ങച്ചൻ മൊത്തം ഇരുട്ടല്ലേ, ഒന്നും കാണത്തില്ല. കാര്യം എന്താ, അമ്പിളിയമ്മാവനില്ല, സൂര്യനില്ല, നക്ഷത്രങ്ങൾ ആരുമില്ല. അപ്പോൾ മൊത്തം ഇരുട്ടായിട്ടാണ് ഉള്ളത്. അപ്പോൾ കുരങ്ങച്ചൻ ഒരു കമ്പും ഒരു ശിഖരമൊക്കെ മുറിച്ചെടുത്തിട്ട് അതിൻ്റെ അറ്റത്ത് തീ കത്തിച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ ആ തീയുടെ വെളിച്ചത്തിൽ ഇങ്ങനെ നോക്കി ഈ കരച്ചിൽ കേട്ട ഭാഗത്തോട്ട് പോവാണേ. അങ്ങനെ പോയി നോക്കിയപ്പോൾ കുരങ്ങച്ച ആ കരച്ചിൽ കേട്ട സ്ഥലത്തെത്തി. അപ്പം അവിടെയാണെങ്കിൽ ഒരു കുഞ്ഞു വാവ കിടക്കുന്നു. കുഞ്ഞു വാവയെന്ന് പറഞ്ഞാൽ കുഞ്ഞാവ കിടക്കുക. ഒരു ഷീറ്റിൽ പൊതിഞ്ഞിട്ട് ഒരു കുഞ്ഞാവനെ അവിടെ വെച്ചേക്കുന്ന ആരോ. അപ്പോൾ പെട്ടെന്ന് കുരങ്ങച്ചൻ അങ്ങോട്ട് ചെന്ന് നോക്കിയപ്പോൾ അവിടെ വേറെ ആരെയും കാണുന്നില്ല, ഈ കുഞ്ഞ് മാത്രം കിടന്ന് കരയുക. അപ്പോൾ പെട്ടെന്ന് കുരങ്ങച്ചൻ കുഞ്ഞിനെ കയ്യിലെടുത്തു. എന്നിട്ട് കരയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നതേ ഇല്ല, കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ കുരങ്ങച്ചൻ എന്ത് ചെയ്തു, വേഗം തന്നെ പോയിട്ട് സിംഹത്തിനോട് പറയാമെന്ന് വിചാരിച്ചു. അതെന്തിനാ സിംഹത്തിനോട് പറയുന്നത്? കാരണം സിംഹമാണല്ലോ കാട്ടിലെ രാജാവ്. അപ്പോൾ ആ കാട്ടിൽ എന്ത് നടന്നാലും നമ്മൾ ആദ്യം പോയിട്ട് സിംഹത്തിനോടായിരുന്നു പറയേണ്ടത്. അപ്പോൾ ഈ കുഞ്ഞിനെ കിട്ടിയ കാര്യം അപ്പോൾ സിംഹരാജാവിൻ്റെ അടുത്ത് പറയണ്ടേ. അങ്ങനെ കുരങ്ങച്ചൻ ഒരു കയ്യിൽ കുഞ്ഞിനെ എടുത്ത് ഒരു കയ്യിൽ ആ തീയുള്ള വിറകും എടുത്തിട്ട് പതുക്കെ സിംഹരാജാവിൻ്റെ ഗുഹയിലോട്ട് ചെല്ലും.
അപ്പോൾ സിംഹരാജാവിൻ്റെ ഗുഹ കുറച്ച് മുകളിലായിട്ട്, അതായത് ഒരു പാറയുടെ മുകളിലാണ് സിംഹരാജാവിൻ്റെ ഗുഹ. കാരണം സിംഹം രാജാവല്ലേ, അവിടെ നിന്ന് നോക്കുമ്പോൾ സിംഹരാജാവിന് ആ കാട് മുഴുവനും കാണണം. ആ കാട്ടിലുള്ള എല്ലാവരും താഴെ വന്ന് നിൽക്കുമ്പോൾ സിംഹരാജാവായിരിക്കണം മുകളിൽ നിൽക്കേണ്ടത്. ഓക്കെ, അപ്പോൾ സിംഹരാജാവിൻ്റെ കൂട്ടിൽ ഗുഹയിൽ ഈ കുരങ്ങച്ചൻ കുഞ്ഞിനെ എടുത്ത് ചെന്നു. എന്നിട്ട് രാജാവല്ലേ, അപ്പോൾ ഗുഹയുടെ പുറത്ത് നിന്നിട്ട് കുരങ്ങച്ചൻ സിംഹരാജാവേ സിംഹരാജാവേ എന്ന് വിളിച്ചു. അപ്പം സിംഹരാജാവ് നല്ല ഉറക്കത്തിലാണ്. ആ ഉറക്കത്തിനിടയ്ക്ക് ഈ കുരങ്ങച്ചൻ സിംഹരാജാവേ എന്ന് വിളിച്ചപ്പോൾ ഈ സിംഹരാജാവ് പറഞ്ഞു, ആരാ അവിടെ, പോയിട്ട് നാളെ വാ, ഉറങ്ങുന്നത് കണ്ടില്ലേ, പോയിട്ട് നാളെ വരൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെങ്ങനെയാണ് നാളെ വരുമോ, അതുവരെ കുഞ്ഞ് കരയുന്നതല്ലേ. അപ്പോൾ കുരങ്ങച്ചൻ പറഞ്ഞു, അല്ല സിംഹരാജാവേ, ഒരു അത്യാവശ്യ കാര്യമായിരുന്നു, എൻ്റെ ഒരു മനുഷ്യ കുഞ്ഞുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ സിംഹരാജാവ് പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റ് ചെവി ഇങ്ങനെ ഓർത്തപ്പോഴത്തേക്കും ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നു. അപ്പോൾ സിംഹരാജാവ് വേഗം എഴുന്നേറ്റിട്ട് ഒന്ന് റെഡിയായിട്ട് സിംഹാസനത്തിൽ വന്നിരുന്നു. സിംഹാസനം എന്ന് പറഞ്ഞാൽ എന്താ, രാജാവ് ഇരിക്കുന്ന വലിയ ചെയറിനെയാണ് പറയുന്നത് സിംഹാസനം. നമ്മളൊന്നും ഇരിക്കുന്ന കസേര പോലെയല്ല, രാജാക്കന്മാരിരിക്കുന്നത് വലിയൊരു ചെയറിലാണ്, വലിയ കസേരയിലാണ് രാജാക്കന്മാരിരിക്കുന്നത്. ആ കസേരേനെയാണ് സിംഹാസനം എന്ന് പറയുന്നത്. അങ്ങനെ രാജാവ് സിംഹാസനത്തിൽ എടുത്തിട്ട് പറഞ്ഞു, കുരങ്ങച്ച കയറി വരൂ എന്ന് പറഞ്ഞു. അപ്പോൾ കുരങ്ങച്ചൻ ഈ കയ്യിൽ കുഞ്ഞാവിയായിട്ട് അകത്ത് കയറി ചെന്നിട്ട് പറഞ്ഞു, സിംഹരാജാവ് ഇതാ നോക്ക്, ഒരു മനുഷ്യ കുഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ സിംഹരാജൻ ചോദിച്ചു, കുരങ്ങച്ചൻ നിനക്ക് എവിടുന്ന ഈ മനുഷ്യ കുഞ്ഞിനെ കിട്ടിയത്, നീ എന്തിനാ കുഞ്ഞിനെ എടുത്ത് ഇങ്ങോട്ട് വന്നത്, എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ കുരങ്ങച്ചൻ പറഞ്ഞു, അത് സിംഹരാജാവ്, ഞാൻ രാത്രി ഉറങ്ങുമായിരുന്നു, അപ്പോൾ ഭയങ്കരമായിട്ട് കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടിട്ട് ഞാൻ എഴുന്നേറ്റിട്ട് കരച്ചിൽ കേട്ട ഭാഗത്ത് പോയി നോക്കിയപ്പോൾ ഈ കുഞ്ഞ് അവിടെ ഒറ്റയ്ക്ക് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് വരാൻ തോന്നിയില്ല, കാരണം കാടല്ലേ. അപ്പോൾ ഞാൻ എടുത്തിട്ട് വന്നതാ സിംഹരാജാവിനോട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ സിംഹരാജൻ പറഞ്ഞു, ഇത് മനുഷ്യക്കുഞ്ഞല്ലേ, മനുഷ്യക്കുഞ്ഞിനെ എങ്ങനെയാണ് കാട്ടിൽ കൊണ്ടുവരുക, അത് ആ കുഞ്ഞിനെ എവിടെ നിന്നാണോ കിട്ടിയത് അവിടെ തന്നെ കൊണ്ടുവച്ചേക്ക്, കാരണം അവരുടെ അച്ഛനോ അമ്മയോ എവിടെയെങ്കിലും തിരക്കി വന്നാലോ, ചിലപ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടോ പോയതാണെങ്കിലോ, അപ്പോൾ തിരക്കി തിരിച്ചു വരുമ്പോൾ കുഞ്ഞവിടെ ഇല്ലെങ്കിൽ അവർക്ക് വിഷമമാകത്തില്ലേ. അപ്പോൾ അതുകൊണ്ട് കുരങ്ങച്ച വേഗം തന്നെ കുഞ്ഞിനെ എവിടെ നിന്നാണോ കിട്ടിയത് അവിടെ കൊണ്ട് വെക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ കുരങ്ങച്ചന് ഭയങ്കര വിഷമം. കുരങ്ങച്ചൻ പറഞ്ഞു, അല്ല സിംഹരാജാവേ, കുഞ്ഞ് വിശന്നിട്ടാന്ന് തോന്നുന്നു കരയുന്നത്, എങ്ങനെയാണ് ഇങ്ങനെ കൊണ്ട് അവിടെ വെക്കുന്നത്, കുഞ്ഞ് ഭയങ്കര കരച്ചിലാന്ന് പറഞ്ഞപ്പോൾ സിംഹരാജൻ പറഞ്ഞു, എന്തെങ്കിലും ഒരു കാര്യം പോയി മിട്ടു ആടിനോട് പറ, ഞാൻ പറഞ്ഞു കുറച്ച് പാല് തരാൻ പറഞ്ഞു എന്ന് പറ, അപ്പം മിട്ടു ആട് കുറച്ച് പാല് തരും, ആ പാല് കുഞ്ഞിന് കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ സിംഹരാജൻ പറഞ്ഞിട്ട് കുരങ്ങച്ചൻ പുറത്തോട്ട് വന്നു, ഗുഹയുടെ പുറത്തോട്ട് വന്നു. എന്നിട്ട് സിംഹരാജാവ് ആദ്യം ഉറങ്ങാൻ പോയി. കുരങ്ങച്ചൻ ആദ്യമേ ഈ വെട്ടമൊക്കെ കാണിച്ച് മിട്ടു ആടിൻ്റെ അടുത്ത് എത്തിയപ്പോഴും മിട്ടു ആട് ഭയങ്കര ഉറക്കത്തില്ല. അപ്പോൾ കുരങ്ങച്ചൻ മിട്ടു ആടിനെ വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം മിട്ടു ആടിനെ ആ കുഞ്ഞിനെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു നല്ല ക്യൂട്ടായിട്ടുള്ള, നിങ്ങളെപ്പോലെ നല്ല സൗന്ദര്യമുള്ള ഒരു സുന്ദരൻ കുഞ്ഞാവ. അപ്പോൾ മിട്ടുആട് പറഞ്ഞു, ഈ കുഞ്ഞിന് ഞാൻ പാല് തരാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് പാലെടുത്തു. എന്നിട്ട് മിട്ടുആടും കുരങ്ങച്ചനും കൂടി ചേർന്നിട്ട് ആ കുഞ്ഞാവയ്ക്ക് കുറച്ച് പാല് വീതം വായിലോട്ട് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ആ കുഞ്ഞ് ആ പാല് കുടിച്ചു. എന്നിട്ട് കുഞ്ഞാവ കരച്ചിൽ നിർത്തുന്നില്ലേ, കുഞ്ഞിങ്ങനെ ഇടയ്ക്ക് കരയും. അപ്പോൾ ഇവർ കുറച്ച് പാല് കൊടുക്കും. അങ്ങനെ ആയി കുറച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞാവ അറിയാതെ ഉറങ്ങിപ്പോയി. കരഞ്ഞ് അറിയാതെ ഉറങ്ങിപ്പോയി. അപ്പം മിട്ടു ആടിനോട് കുരങ്ങച്ചൻ പറഞ്ഞു, ഇങ്ങനെ ഞാൻ സിംഹരാജാവിൻ്റെ അടുത്ത് പോയായിരുന്നു. അപ്പോൾ സിംഹരാജൻ പറഞ്ഞത് കുഞ്ഞിനെ എവിടെ നിന്നാണോ കിട്ടിയത് അവിടെ കൊണ്ട് വെക്കാനാണ് പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ അവിടെ വെക്കാൻ പോവാണെന്ന് പറഞ്ഞു. അപ്പോൾ മിട്ടുആട് പറഞ്ഞു, എങ്കിൽ ഞാനും കൂടെ വരാം, നീ ഒറ്റയ്ക്ക് പോകണ്ട, ഈ കുഞ്ഞ് ഇടയ്ക്ക് കരഞ്ഞാൽ എന്ത് ചെയ്യും, അപ്പോൾ ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടി കുഞ്ഞാവേനെയും കൊണ്ട് കുഞ്ഞാവേനെ കിട്ടിയ സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അങ്ങനെ അവർ നടന്ന് ആ കുഞ്ഞിനെ കിട്ടിയ ആ ഒരു സ്ഥലത്തെത്തി. എന്നിട്ട് കുഞ്ഞിനെ അവിടെ വെച്ചിട്ട് ഇവരെന്ത് ചെയ്തു, ഇവരവിടെ വെയിറ്റാക്കി. കുഞ്ഞിനെ ഒറ്റക്കിട്ടിട്ട് എങ്ങനെയാണ് പോവുക, കുഞ്ഞു വാവയല്ലേ. അപ്പോൾ ഇവരെങ്ങനെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതുവരെ കുഞ്ഞിൻ്റെ കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ വെയിറ്റാക്കി. അങ്ങനെ ഇരുന്ന് ഇവരറിയാതെ ഉറങ്ങിപ്പോയി. അങ്ങനെ അവർ ഉറങ്ങി കുറച്ചായപ്പോഴത്തേക്ക് പെട്ടെന്ന് ആദ്യം കുഞ്ഞാവേൻ്റെ കരച്ചിലേക്കുന്നു.
അപ്പോൾ അവർ പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ കുഞ്ഞ് അതേ കരയുക, ഉറക്കെ കരയുക കുഞ്ഞ്. അപ്പോൾ ഈ മിട്ടുവാട് എന്ത് ചെയ്തിരുന്നറിയോ, മിട്ടുവാട് വീട്ടിൽ നിന്ന് വന്നപ്പോഴേ കുറച്ച് പാലുള്ള ഒരു പാത്രം എടുത്തിട്ട് വന്നായിരുന്നു, അഥവാ കുഞ്ഞ് കരഞ്ഞാൽ കുഞ്ഞിന് കൊടുക്കാമല്ലോ. അപ്പം മിട്ടുവാട് എന്ത് ചെയ്തു, അതിനകത്തുനിന്ന് കുറച്ച് പാലെടുത്തിട്ട് കുഞ്ഞിൻ്റെ വായിൽ ഒഴിച്ചു കൊടുത്തിട്ടും കുഞ്ഞ് പാൽ കുടിക്കുന്നില്ല. കുഞ്ഞാണെങ്കിൽ എത്ര തവണ പാൽ കൊടുത്തിട്ടും കുഞ്ഞ് പാൽ കുടിക്കുന്നില്ല, കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ല, കുഞ്ഞ് ഭയങ്കര ബഹളം. അങ്ങനെ അവർ അങ്ങോട്ട്, അപ്പം മിട്ടുവാട് കുറച്ച് നേരം കുഞ്ഞിനെ അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും, കുഞ്ഞിനെ കളിപ്പിക്കും, പക്ഷെ കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ല. മിട്ടുവാട് കുരങ്ങച്ചൻ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തും, എന്നിട്ട് കരച്ചിൽ നിർത്തുന്നില്ല. അങ്ങനെ ഇവരെന്ത് ചെയ്യുമെന്ന് അറിയാണ്ട് ഇങ്ങനെ നിന്നപ്പോൾ ഉറക്കം കഴിഞ്ഞിട്ട് സൂര്യനും അമ്പിളിയമ്മാവനും കൂടി വരുക. ഓക്കെ, അവർ നല്ലപോലെ ഉറങ്ങി. ഇനി എഴുന്നേറ്റിട്ട് ജോലിക്ക് വരണ്ടേ, എല്ലാവർക്കും വെട്ടം കൊടുക്കണ്ടേ. അതിന് സൂര്യനും അമ്പിളിയമ്മാവനും കൂടെ വന്നപ്പോൾ ഇവർ കാണുന്നത് എന്തുവാ, ഈ മിട്ടുവാടും കുരങ്ങച്ചനും കൂടി അവിടെ കാടിനടുത്ത് നിൽക്കുന്നു. അവരുടെ കയ്യിലൊരു കുഞ്ഞുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഈ അമ്പിളിയമ്മാവൻ വന്നിട്ട്, അമ്പിളിയമ്മാവൻ വേഗം അവരുടെ അടുത്തോട്ട് വന്നിട്ട് അവരോട് ചോദിച്ചു, ഇതെന്താ ഇത് മിട്ടുവാടേ എന്ന് പറഞ്ഞിട്ട് എന്താണെന്ന് അറിയണ്ടേ. അങ്ങനെ ചോദിക്കാൻ വേണ്ടിയിട്ട് വന്നതും ഈ കുഞ്ഞാവ ഈ അമ്പിളിയമ്മാവനെ കണ്ടിട്ട് പെട്ടെന്ന് കരച്ചിൽ നിർത്തി. ഓക്കെ, അപ്പോൾ അമ്പിളിയമ്മാവൻ ഇങ്ങനെ അവരുടെ അടുത്തോട്ട് വരിക, എന്താ കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്തോട്ട് വരിക. അപ്പോൾ അമ്പിളിയമ്മാവൻ അടുത്തോട്ട് വരുന്തോറും കുഞ്ഞ് കരച്ചിൽ നിർത്തിയിട്ട് ഭയങ്കര ചിരി. അമ്പിളിയമ്മാവനെ കണ്ടിട്ട് കുഞ്ഞിന് ഭയങ്കര സന്തോഷം, കുഞ്ഞ് ഭയങ്കര ചിരി. അപ്പോഴത്തേക്ക് പിറകെ സൂര്യനും വന്നു. അപ്പോൾ സൂര്യനും അമ്പിളിയമ്മാവനെ കണ്ടിട്ട് ഈ കുഞ്ഞാവ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരെയും മാറിയും തിരിഞ്ഞ് നോക്കിയിട്ട് ഭയങ്കര സന്തോഷത്തിൽ ഭയങ്കര ചിരിക്കുക. അപ്പോൾ അമ്പിളിയമ്മാവൻ ചോദിച്ചു, എന്താ കുരങ്ങച്ച, എന്താ സംഭവം, ഇത് ആരുടെ കുഞ്ഞാ, മനുഷ്യക്കുഞ്ഞെന്താ ഇവിടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ കുരങ്ങച്ചൻ നടന്ന കാര്യങ്ങൾ മൊത്തം പറഞ്ഞു. ഇങ്ങനെ കിട്ടിയതാണ്, സിംഹരാജൻ്റെ അടുത്ത് പോയി, അപ്പം രാജാവ് ഇങ്ങനെയാണ് പറഞ്ഞത്, മിട്ടുവാട് പാൽ കൊടുത്തു, ഇപ്പം നമ്മൾ കുഞ്ഞിനെ ഇവിടെ വെക്കാൻ വേണ്ടി വന്നതാ, പക്ഷേ ഇത്ര നേരമായിട്ടും ആരും കുഞ്ഞിനെ തിരക്കി വന്നതൊന്നുമില്ല, കുഞ്ഞാണെങ്കിൽ കരച്ചിൽ നിർത്തുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല എന്നൊക്കെ കുരങ്ങച്ചൻ അമ്പിളിയമ്മാവനോട് പറഞ്ഞു. അപ്പോൾ അമ്പിളിയമ്മാവൻ പറഞ്ഞു, ഇത്ര നേരമായിട്ട് ആരും വന്നില്ലല്ലോ, പിന്നെ നമ്മൾ എങ്ങനെയാണ് ഇവിടെ കുഞ്ഞിനെ വെച്ചിട്ട് പോകുന്നത്, ഇതൊരു കുഞ്ഞു വാവയല്ലേ, ഈ കുഞ്ഞുവാവൻ ഇവിടെ എങ്ങനെയാണ് ഒറ്റയ്ക്ക് വെച്ചിട്ട് പോകുന്നത്, അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, നമുക്കെല്ലാവർക്കും കൂടി ഈ കുഞ്ഞിനെ വളർത്താമെന്ന് പറഞ്ഞു. അപ്പോൾ കുരങ്ങച്ചൻ പറഞ്ഞു, അയ്യോ അമ്പിളിയമ്മാവ, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ സിംഹരാജൻ പറഞ്ഞതല്ലേ വേണ്ട ഇവിടെ കൊണ്ടുവന്ന് വെക്കാൻ, അപ്പോൾ പിന്നെ നമ്മൾ എങ്ങനെയാണ് ഇതിൽ കുഞ്ഞിനെ വളർത്തുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അമ്പിളിയമ്മാവൻ പറഞ്ഞു, സിംഹരാജാവിനോട് ഞാൻ സംസാരിക്കാം, ഞാൻ പറഞ്ഞാൽ എങ്ങനെ ഈ സിംഹരാജാവ് കേൾക്കും, ഈ കുഞ്ഞിനെ എങ്ങനെയാണെങ്കിലും ഇവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല, സോ നമുക്കെല്ലാവർക്കും കൂടെ ഇവനെ വളർത്താം, ഞാൻ സിംഹരാജാവിനോട് സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും മിട്ടുവാടിനും കുരങ്ങച്ചനും ഭയങ്കര സന്തോഷമായി. അങ്ങനെ മിട്ടുവാടും കുരങ്ങച്ചനും അമ്പിളിയമ്മാവനും സൂര്യനും കൂടിയിട്ട് സിംഹരാജനെ കാണാൻ വേണ്ടിയിട്ട് സിംഹരാജൻ്റെ ഗുഹയിലോട്ട് പോവാം. അങ്ങനെ അവർ ഗുഹയുടെ ഫ്രണ്ടിലെത്തിയപ്പോൾ സിംഹരാജൻ നോക്കിയപ്പോൾ അമ്പിളിയമ്മാവൻ വന്നേക്കുന്നു. അപ്പോൾ സിംഹരാജൻ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റിട്ട് അമ്പിളിയമ്മാവൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ആ അമ്പിളിയമ്മാവ എന്താ ഇവിടെ, എന്ത് പറ്റി ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചു തീർന്ന ഉടനെ തന്നെ കുരങ്ങച്ചൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ കണ്ടു. അപ്പോൾ സിംഹരാജൻ പറഞ്ഞു, ഈ കുരങ്ങച്ച, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ആ കുഞ്ഞിനെ അവിടെ തന്നെ തിരിച്ചു കൊണ്ട് വെക്കാൻ, പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അമ്പിളിയമ്മാവൻ പറഞ്ഞു, സിംഹരാജാവേ, ഞാൻ പറഞ്ഞിട്ടാണ് അവൻ കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, ഇത്ര നേരമായിട്ടും അവൻ അവിടെ കുഞ്ഞിനെ വെച്ചിട്ട് വെയിറ്റ് ആക്കിയിട്ട് ആരും വന്നില്ല, ഈ കുഞ്ഞു വാവനെ അവിടെ വെച്ചിട്ട് വരാൻ ഞാൻ സമ്മതിച്ചില്ല, ഞാനാ പറഞ്ഞത് എടുത്തിട്ട് വരാൻ, നമുക്കെല്ലാവർക്കും കൂടി ചേർന്ന് ഇവനെ വളർത്താമെന്ന് പറഞ്ഞു. അപ്പോൾ സിംഹരാജൻ പറഞ്ഞു, അല്ല അമ്പിളിയമ്മാവ്, അതെങ്ങനെയാണ് സാധിക്കുന്നത്, അവൻ മനുഷ്യക്കുഞ്ഞല്ലേ, നമ്മൾ മൃഗങ്ങളല്ലേ, നമ്മളെങ്ങനെയാണ് ഒരു മനുഷ്യക്കുഞ്ഞിനെ വളർത്തുന്നത്. അപ്പോൾ അമ്പിളിയമ്മാവൻ പറഞ്ഞു, അങ്ങനെ മൃഗങ്ങൾക്ക് മനുഷ്യക്കുഞ്ഞിനെ വളർത്താൻ പറ്റത്തില്ല എന്നൊന്നുമില്ല, നമ്മൾ കുറച്ച് സ്നേഹം കൊടുത്ത് നമുക്കവനെ ഹാപ്പി ആയിട്ട് അവനെ ഫുഡൊക്കെ കൊടുത്ത് നമുക്ക് വളർത്താം, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അമ്പിളിയമ്മാവൻ പറഞ്ഞാൽ സിംഹരാജാവിന് കേൾക്കാതിരിക്കാൻ പറ്റത്തില്ല, കാരണം സിംഹരാജാവ് കുറേ ബഹുമാനിക്കുന്ന ഒരാളാണ് അമ്പിളിയമ്മാവൻ, കാരണം അമ്മാവനല്ലേ. കുറേ നമ്മളൊക്കെ ഈ സിംഹരാജാവ് വരുന്നതിനേക്കാളും അല്ലെങ്കിൽ കുരങ്ങച്ച വരുന്നതിനേക്കാളും ഒക്കെ കുറേ വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ആളാണ് അമ്പിളിയമ്മാവൻ. അതുകൊണ്ട് എല്ലാവർക്കും അമ്പിളിയമ്മാവനെ ഭയങ്കര ബഹുമാനവും ഭയങ്കര ഇഷ്ടമൊക്കെയാണ്. അപ്പോൾ സിംഹരാജാവ് പറഞ്ഞു, എങ്കിലും ഓക്കെ, ശരി അമ്പിളിയമ്മാവ, നമുക്കെല്ലാവർക്കും കൂടി ഈ കുഞ്ഞിനെ വളർത്താമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇനി എന്താ വേണ്ടത്, അപ്പോൾ ഇതെല്ലാവരോടും പറയണ്ടേ, കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളെ ഇത് അറിയിക്കണ്ടേ. അപ്പോൾ സിംഹരാജൻ മന്ത്രിയായ കുറുക്കനോട് പറഞ്ഞു,
കുറുക്ക വേഗം തന്നെ എല്ലാ മൃഗങ്ങളെയും വിളിക്ക്, നമുക്ക് പെട്ടെന്നൊരു മീറ്റിംഗ് വെക്കാം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ എല്ലാ മൃഗങ്ങളോടും പറയാനുണ്ട്, അതുകൊണ്ട് വേഗം മൃഗങ്ങളെയൊക്കെ വിളിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ കുറുക്കൻ പോയിട്ട്, മന്ത്രിയായ കുറുക്കൻ പോയിട്ട് എല്ലാ മൃഗങ്ങളെയും വിളിച്ചിട്ട് വന്നു. അപ്പം മൃഗങ്ങളൊക്കെ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞിട്ട് സിംഹരാജാവിൻ്റെ ഗുഹയുടെ താഴെ വന്നിങ്ങനെ നിൽക്കുക. ഗുഹയുടെ മുകളിലോട്ട് നോക്കിയിട്ട് ഇതെന്താ സംഭവം എന്ന് പറഞ്ഞ് നിന്നപ്പോൾ സിംഹരാജാവും അമ്പിളിയമ്മാവനും സൂര്യനും കുരങ്ങച്ചനും മിട്ടുവാടും കൂടി ഗുഹയിൽ നിന്ന് പുറത്തോട്ട് വരുന്നു. അതാ അപ്പോൾ സിംഹരാജാവിൻ്റെ കയ്യിലൊരു കുഞ്ഞുണ്ട്. അപ്പം മൃഗങ്ങളൊക്കെ ഇങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കിയപ്പോൾ സിംഹരാജാവ് പറഞ്ഞു, ഇന്ന് മുതൽ നമ്മളാണ് ഇവനെ വളർത്താൻ പോകുന്നത്, ഇവൻ ഇവിടെ ഈ കാട്ടിൽ നമ്മളുടെ കൂടെ വളരും എന്ന് പറഞ്ഞു. അപ്പോൾ മൃഗങ്ങൾക്ക് സംശയമായി, ഇതെന്താ പറയുന്നത്? അപ്പോൾ ഒരു കുതിര ചോദിച്ചു, അല്ല സിംഹരാജാവ്, അതെങ്ങനെ ശരിയാവും? അവൻ ഇവിടെ വളർന്നാൽ എങ്ങനെയാണ് ശരിയാവും? അവന് ഫുഡൊക്കെ കൊടുക്കണ്ടേ? അപ്പോൾ സിംഹരാജാവ് പറഞ്ഞു, അവന് ഫുഡ് നമുക്ക് കൊടുക്കാം, മിട്ടുവിൻ്റെ കുടുംബവും കൂടി അവന് വേണ്ട പാലും അവന് വേണ്ട ഫുഡൊക്കെ കൊടുത്തോളും എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത ഒരു സീബ്ര ചോദിച്ചു, മഹാരാജാവ്, അവൻ മനുഷ്യക്കുട്ടിയല്ലേ, അപ്പോൾ അവനെ തിരക്കി നാളെ ആരെങ്കിലും ഇങ്ങോട്ട് വന്നിട്ട് നമ്മളെയൊക്കെ ഉപദ്രവിച്ചാലോ? അപ്പോൾ അടുത്ത ആൾ പറഞ്ഞു, ആ ശരിയാ, ആരെങ്കിലുമൊക്കെ വന്നിട്ട് നമ്മളെന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അങ്ങനെ പറഞ്ഞപ്പോൾ അമ്പിളിയമ്മാവൻ പറഞ്ഞു, എല്ലാവരും നിർത്ത്, ഞാനാ പറയുന്നത്, അവനെ ഇവിടെ തന്നെ വളർത്തണം എന്ന്. എന്ത് പ്രശ്നം വന്നാലും ഞാൻ നോക്കിക്കൊള്ളാം, ആരും അവനെ തിരക്കി ഇങ്ങോട്ട് വരത്തില്ല, നമുക്കെല്ലാവർക്കും കൂടെ വളർത്താം, അവൻ എങ്ങനെയാണ് അവിടെ കൊണ്ട് കളയാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം അമ്പിളിയമ്മാവൻ പറഞ്ഞപ്പോൾ എല്ലാവരും സൈലൻ്റായി. അപ്പോൾ തന്നെ സിംഹരാജാവ് എന്ത് ചെയ്തു, കുഞ്ഞിനെ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ മുകളിലോട്ട് പൊക്കി എല്ലാവരെയും കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇനി മുതൽ ഇവൻ നമ്മുടെ കാടിൻ്റെ മകനാണ്, നമ്മളെല്ലാവരും കൂടി ചേർന്നിട്ടായിരിക്കും ഇവനെ വളർത്തുന്നത്, നമുക്ക് ഇവനെ സിംബ എന്ന് വിളിക്കാം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് എല്ലാവരും കൈയടിച്ചു, മൃഗങ്ങളെല്ലാവരും കൈയടിച്ചു, സിംബ എന്ന് പറഞ്ഞിട്ട് കൈയടിച്ചു. അപ്പോൾ അമ്പിളിയമ്മാവനും സൂര്യനും എല്ലാവർക്കും സന്തോഷമായി, കാരണം ഇനി മുതൽ സിംബ ഈ കാട്ടിൽ എല്ലാ മൃഗങ്ങളും കൂടെ ചേർത്തിട്ട് സേഫായിട്ട് നോക്കത്തില്ലേ. അപ്പോൾ അവർക്ക് സന്തോഷമായി. അങ്ങനെ എല്ലാവരും ഓരോരോ മൃഗങ്ങളായിട്ട് വന്നിട്ട് സിംബേനെ നോക്കും, സിംബേനെ കളിപ്പിക്കും. അപ്പോൾ സിംബേൻ്റെ കളിയും ചിരിയൊക്കെ കണ്ടിട്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. കുഞ്ഞല്ലേ, അവർക്ക് ആദ്യമായിട്ടല്ലേ മനുഷ്യക്കുഞ്ഞിനെ കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഹാപ്പി ആയിട്ടിരുന്നപ്പോൾ അമ്പിളിയമ്മാവനും സൂര്യനും കൂടി ഉറങ്ങാൻ പോകാനുള്ള ടൈമായി. അപ്പോൾ അവരെന്താക്കി, അമ്പിളിയമ്മാവനും സൂര്യനും കൂടെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് സിംബയ്ക്ക് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്ത് ഇങ്ങനെ പോകാൻ വേണ്ടി തിരിഞ്ഞപ്പോഴത്തേക്കും സിംബ കരയാൻ തുടങ്ങി. കുഞ്ഞാവ ഉടനെ കരയാൻ തുടങ്ങി. അപ്പോൾ കുരങ്ങച്ചൻ പറഞ്ഞു, അമ്പിളിയമ്മാവ് അതാ സിംബ കരയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അമ്പിളിയമ്മാവ് വന്നിട്ട് സിംബേനെ കയ്യിലെടുത്തിട്ട്, എന്താ സിംബ കരയുന്നത്, കരയണ്ട കേട്ടോ, ഞങ്ങൾ പോയിട്ട് നാളെ വരാട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് സിംബ ആദ്യം കരച്ചിൽ നിർത്തി. അപ്പം എന്നിട്ട് സിംബ ചിരിക്കാൻ തുടങ്ങി. സിംബ സന്തോഷത്തോടെ ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ അമ്പിളിയമ്മാവൻ ഓക്കെ ബൈ എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞിനെ ആദ്യം കുരങ്ങച്ചൻ്റെ കയ്യിൽ കൊടുത്ത് പിന്നെയും പോകാൻ വേണ്ടി തിരിഞ്ഞപ്പോഴത്തേക്കും സിംബ ആദ്യം കരയാൻ തുടങ്ങി. അപ്പോൾ അമ്പിളിയമ്മാവന് മനസ്സിലായി, അമ്പിളിയമ്മാവനും സൂര്യനും കൂടി ഒരുമിച്ച് പോകുന്നത് സിംബയ്ക്ക് വിഷമമാണ്, അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ അമ്പിളിയമ്മാവൻ വന്ന് സിംബേനെ എടുത്തപ്പോൾ സിംബ പെട്ടെന്ന് സിംബയുടെ കുഞ്ഞി കൈ കൊണ്ട് അമ്പിളിയമ്മാവൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചു. അപ്പോൾ അമ്പിളിയമ്മാവന് ഭയങ്കര വിഷമമായി സിംബേനെ കളഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്പിളിയമ്മാവൻ സൂര്യനോട് പറഞ്ഞു, എന്നെങ്കിൽ സൂര്യൻ ഇപ്പോൾ പോയിട്ട് ഉറങ്ങിക്കോ, എന്നിട്ട് നാളെ രാവിലെ സൂര്യൻ വരുമ്പോൾ ഞാൻ ഉറങ്ങാൻ പോവാം. അപ്പോൾ നമ്മൾ രണ്ടാളെയും കാണാമല്ലോ, നമ്മൾ രണ്ടാളും ഇല്ലെങ്കിൽ ഇവൻ ഭയങ്കര കരച്ചിലായിരിക്കും സിംബ. അപ്പോൾ ഇപ്പോൾ സൂര്യൻ പോയി ഉറങ്ങിക്കോ, ഞാൻ സിംബേനെ നോക്കി ഇവിടെ ഇരിക്കാം, എന്നിട്ട് രാവിലെ സൂര്യൻ ഉറങ്ങി കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും ഞാൻ സിംബേനെ തിരിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഓക്കെ, അതപ്പോൾ സൂര്യൻ സമ്മതിച്ചു. എന്നിട്ട് സൂര്യൻ ബൈ പറഞ്ഞിട്ട് പോയി. എന്നിട്ട് അന്ന് എല്ലാവരും കാരണം സൂര്യൻ പോയി കഴിഞ്ഞാൽ ഫുൾ ഇരുട്ടാവത്തില്ലേ, പക്ഷെ അമ്പിളിയമ്മാവനുള്ളത് കൊണ്ട് കുറച്ച് വെട്ടമുണ്ട്. അപ്പോൾ ബാക്കി എല്ലാവരും ഉറങ്ങാനൊക്കെ പോയി. അപ്പോൾ അമ്പിളിയമ്മാവൻ സിംബേനെ കയ്യിൽ പിടിച്ചിട്ട് സിംബേന് കുറേ പാട്ടെല്ലാം പാടിക്കൊടുത്ത്, സിംബേന് ചെറിയ ചെറിയ കഥകൾ പറഞ്ഞു കൊടുത്ത്, സിംബേനെ ഹാപ്പി ആക്കി, സിംബേന് പാലൊക്കെ കൊടുത്ത് സിംബേനെ ഉറക്കി.
എന്നിട്ട് അമ്പിളിയമ്മാവൻ ഉറങ്ങാതെ സിംബയുടെ കൂടെ ഇരുന്നു. സിംബ ഇടയ്ക്ക് എഴുന്നേൽക്കുമ്പോൾ അമ്പിളിയമ്മാവൻ പറയും പേടിക്കണ്ട കേട്ടോ, ഞാനിവിടെ ഉണ്ട് എന്ന് പറയും. അപ്പോൾ സിംബ പിന്നെയും ഉറങ്ങും. അങ്ങനെ രാത്രി മൊത്തം സിംബയുടെ കൂടെ അമ്പിളിയമ്മാവൻ ഇരുന്നു. അപ്പോൾ രാവിലെ ആയപ്പോഴത്തേക്കും സൂര്യൻ വന്നു. അപ്പോൾ സൂര്യൻ വന്നപ്പോൾ അമ്പിളിയമ്മാവൻ സിംബേനെ സൂര്യൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇനി ഞാൻ പോയി ഉറങ്ങാം എന്ന് പറഞ്ഞിട്ട് അമ്പിളിയമ്മാവൻ ഉറങ്ങാൻ പോയി. അങ്ങനെ 2-3 ദിവസം അടുപ്പിച്ച് അങ്ങനെ ചെയ്തു. അമ്പിളിയമ്മാവൻ രാത്രി മുഴുവൻ സിംബേൻ്റെ കൂടിരിക്കും. സൂര്യൻ രാത്രി പോയി ഉറങ്ങും. സൂര്യൻ വരുമ്പോൾ അമ്പിളിയമ്മാവൻ തിരിച്ചു പോകും. അങ്ങനെ 2-3 ദിവസം ചെയ്ത് കഴിഞ്ഞപ്പോൾ അമ്പിളിയമ്മാവന് മനസ്സിലായി, ഞാൻ രാത്രി വരുമ്പോൾ സിംബ മാത്രമല്ല കുറേ കുട്ടികൾ ഹാപ്പി ആവുന്നുണ്ട് എന്നെ കണ്ടിട്ട്. അപ്പോൾ അമ്പിളിയമ്മാവന് കാണാൻ പറ്റുമല്ലോ താഴെ ഭൂമിയിൽ നിന്നും അല്ലെങ്കിൽ കുട്ടികളൊക്കെ അമ്പിളിയമ്മാവനെ വിളിക്കുന്നതും അമ്പിളിയമ്മാവനെ ചൂണ്ടിക്കാണിക്കുന്നതും അമ്പിളിയമ്മാവനെ കണ്ട് ഫുഡ് കഴിക്കുന്നതൊക്കെ അമ്പിളിയമ്മാവന് കാണാമല്ലോ. അപ്പോൾ അമ്പിളിയമ്മാവൻ വിചാരിച്ചു, ഓക്കെ, അപ്പോൾ ഞാൻ രാത്രി വരുന്നത് കുറേ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി തൊട്ട് സൂര്യൻ പകൽ വരട്ടെ, ഞാൻ സൂര്യൻ പോയി കഴിഞ്ഞിട്ട് രാത്രി വന്ന് എല്ലാ കുട്ടികളെയും കണ്ട് എല്ലാവരെയും ഹാപ്പി ആക്കി വെക്കാൻ ഞാൻ രാത്രി വരാമെന്ന്. അപ്പോൾ അമ്പിളിയമ്മാവൻ അത് സൂര്യനോട് പറഞ്ഞു, സൂര്യ, ഇങ്ങനെ ഞാൻ രാത്രി വരുമ്പോൾ പിള്ളേർക്കൊക്കെ കുഞ്ഞു മക്കൾക്കൊക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്, സിംബയ്ക്കും ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നീ പകൽ വാ, ഞാൻ എന്നാൽ രാത്രി വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ സൂര്യൻ പറഞ്ഞു, ഓക്കെ, നീ എന്തെങ്കിലും രാത്രി വന്നോ, ഞാൻ രാവിലെ വന്നിട്ട് പോയി, ഞാൻ ഉറങ്ങാൻ പോകുമ്പോൾ നീ വന്നോ പറഞ്ഞു. അങ്ങനെ അന്ന് തൊട്ടാണ് സൂര്യൻ പകലും അമ്പിളിയമ്മാവൻ രാത്രി വരാൻ തുടങ്ങിയത്. അപ്പോൾ എന്തിനാ അമ്പിളിയമ്മാവൻ രാത്രി വരുന്നത്? നിങ്ങളെപ്പോലെയുള്ള കുഞ്ഞു കുട്ടികളെ കാണാൻ വേണ്ടിയിട്ടും നിങ്ങളെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടും നിങ്ങളെ ചിരിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അമ്പിളിയമ്മാവൻ രാത്രി വരുന്നത്. അപ്പോൾ രാത്രി എന്തെങ്കിലും ഇനി വിഷമം വരുമ്പോഴോ എന്തെങ്കിലും പരാതിയൊക്കെ ഉണ്ടെങ്കിൽ അമ്പിളിയമ്മാവൻ ഉണ്ടെന്ന് ഓർത്താൽ മതി കേട്ടോ. നിങ്ങൾ ഹാപ്പി ആക്കാനല്ലേ അമ്പിളിയമ്മാവൻ വരുന്നത്. അപ്പോൾ നിങ്ങൾ വിഷമിച്ചിരിക്കുന്നാലും അമ്പിളിയമ്മാവൻ വിഷമമാവും. അതുകൊണ്ട് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, എപ്പോഴും ഇങ്ങനെ ചിരിച്ച് നല്ല മിടുക്കികളായിട്ട് ഇരിക്കുക. ഓക്കെ, അങ്ങനെ ഇന്നത്തെ കഥ കഴിഞ്ഞു. ഇനി ജുജുബി നാളെ അടുത്ത കഥയായിട്ട് വരാം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഉറങ്ങിക്കോ. നല്ല നല്ല സ്വപ്നമൊക്കെ കണ്ട് അമ്പിളിയമ്മാവനെയൊക്കെ സ്വപ്നം കണ്ട് കുറേ സ്റ്റാർസിനെയൊക്കെ സ്വപ്നം കണ്ട് സുഖമായിട്ട് ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. ജുജുബി ലവ്സ് യു സോ മച്ച്. ബൈ.